ഹായ്, ജിൻഡോയെ പറ്റി അതിൽ നിന്ന് പുറത്തേക്ക് വന്ന മിക്കവാറും കണ്ടസ്റ്റൻസിനൊക്കെ ഒരേ അഭിപ്രായമാണ്. ജിൻഡോ കള്ളനാണ്, കള്ളമേ പറയുള്ളൂ. ജിൻഡോയെ കൊണ്ട് വയ്യണ്ടായേക്കുന്നു മിക്കവാറും എല്ലാവരും. നമ്മൾ കാണുമ്പോഴൊക്കെ തന്നെ ഈ അതിനകത്തും മത്സരാർത്ഥികളെല്ലാം തന്നെ ജിൻഡോയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ഭീകരമായ ആക്രമണങ്ങൾ നടത്തുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ സൈലൻ്റായി പല രീതിയിലുള്ള ഹ്യൂമിലിയേഷനും സഹിച്ച് അതിനകത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ക്യാമറാമാൻ കട്ട് ചെയ്തിട്ട് നമുക്കത് അയക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ക്യാമറാമാന് ജാസ്മിൻ്റെ സുനായ്ക്ക് പിറകെയാണ്, അല്ല വേറൊന്നും അവിടെ കാണിക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നുമില്ല. എനിഹൗ, ജിൻഡോയാണ് നമ്മുടെ സബ്ജക്റ്റ്. ആക്ച്വലി ജിൻഡോയെ പറ്റി ഇത്രയും പടുമോശം പലരും പറയുന്നത് PR-കളും അങ്ങനെ തന്നെയാണ്. ജിൻഡോയ്ക്ക് എതിരെയാണ്. ജിൻഡോയെ പിച്ച് കീറി ഇത്തിരി അവിച്ച് കൈ കൊടുത്തവർ തിന്നും. അമ്മാതിരി ജിൻഡോയെ ആക്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് ജിൻഡോയുടെ പ്രശ്നം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇവരൊക്കെ പറയുന്നത് എടുത്തു. ഇപ്പോൾ അപ്സര പറഞ്ഞിട്ടുണ്ട്, റസ്മിൻ പറഞ്ഞിട്ടുണ്ട്, കുറേ അധികം പേര് അതിന് പുറത്ത് വന്നവരൊക്കെ ജിൻഡോയെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഗബ്രി പറഞ്ഞിട്ടുണ്ട് ജിൻഡോ വലിയ പ്രശ്നക്കാരനാണ്, ജിൻഡോയെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല, ജിൻഡോ ഭയങ്കര കുഴപ്പമാണ്, ജിൻഡോയെ തൂക്കി കൊന്നുകളയണം. ഈ ടേമിലാണ് സംസാരിക്കുന്ന മുഴുക്കൻ. പുറത്ത് ജിൻഡോയ്ക്ക് സപ്പോർട്ടാണെന്ന് അറിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരാനുള്ള ഒരു ശ്രമവുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താ അയാൾ ചെയ്യുന്നത്? അയാളെ കള്ളനെന്ന് വിളിക്കാനുള്ള കാരണം ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും. ജിൻഡോ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവർ തമ്മിൽ പുറത്തു വെച്ച് സംസാരിച്ച കാര്യം, ഇവർ മുമ്പ് ചെയ്ത കാര്യം ഒക്കെ ഒരു ഹിൻ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സംസാരം അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവരെല്ലാം പതറും. ഇപ്പോൾ ജിൻഡോ പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഒരു കാര്യം, റസ്മിനും ജാസ്മിനും ബാക്കി നോറയും ഒക്കെ പുറത്ത് നിന്ന് സംസാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വന്നവരാണ് എന്ന് ജിൻഡോ അങ്ങോട്ട് പറയുകയാണ്. അത് വിശ്വാസ യോഗ്യതയ്ക്ക് ഉണ്ടാവും. കാരണം ഇവർക്കൊക്കെ തന്നെ പുറത്തുനിന്ന് ഇവർക്ക് എല്ലാവർക്കും പരസ്പരം നല്ല പരിചയമാണ്. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ആ ക്രൂ മെമ്പേഴ്സ് സീസൺ 6 നമ്മളെ പറ്റിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി എല്ലാവരും അപരിചിതരായിരിക്കും. പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ ചെറിയ പരിചയങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഇത് യുണൈറ്റഡ് ആയി ഇവരെല്ലാം തന്നെ കിക്കിൻ്റെ ആൾക്കാർ കൂടെ എല്ലാവരും ഒന്നിച്ചൊക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരിടത്ത് ഒരു കുടക്കീഴിൽ. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ട ഒരു സീസൺ എന്ന് വെച്ചാൽ സീസൺ 6 എന്ന് പറയാം. ജിൻഡോ ഈ ഒരു വിഷയം ടാസ്ക് തുടങ്ങുമ്പോൾ പറയുമ്പം നോർമലി നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, വീട്ടിലൊരു വാച്ച് കാണാതെ പോയി നമ്മൾ ഒരിടത്തേക്ക് ഇറങ്ങാൻ നിൽക്കുക, അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറയാൻ ചിരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളോട് തോന്നുന്നു ആ വാച്ച് നീ എടുത്തതാണോ എന്നൊരു സൂചനയാണ് പറഞ്ഞത്. നീ എടുത്തതാണോ അല്ലെങ്കിൽ എടുത്തതാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രസൻസ് മൈൻഡ് അതങ്ങ് വിട്ടുപോകും. പിന്നെ നമ്മൾ ടാസ്കിൽ ആ പെർഫോമൻസ് വെക്കത്തില്ല. അത് അയാളുടെ ഗെയിമാണ്. അത് അയാൾ തുറന്നു പറയുകയും ചെയ്യും. ഇപ്പോൾ വേണമെങ്കിൽ പുള്ളിക്ക് അത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ടാസ്ക് തീർന്ന് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് പറയും ഞാൻ പറഞ്ഞ കള്ളത്തരമാണ്, എൻ്റെ ഗെയിമാണ് എന്ന് പറയാം. നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അയാളുടെ ഒരു വേ ഓഫ് അതായിരിക്കും. എന്നാൽ ഇവരെയൊക്കെ കൂടുതൽ എൽഡറാണ് പുള്ളിക്കാരൻ. അതിൻ്റെതായ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇന്നവരെ ഒരു എൽഡറായ വ്യക്തിയെ അത്രയും നേരം നിർത്തിയിരിക്കുന്ന ഒരു രീതി ഇല്ല ബിഗ് ബോസിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലും കുറച്ച് യങ്ങായിട്ടുള്ളവരൊക്കെയാണ് ഈ ഭയങ്കര ടഫ് ടാസ്ക് ഒക്കെ ഫേസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മന്ദബുദ്ധിയായിട്ടൊക്കെ പുള്ളിക്കാരൻ അഭിനയിച്ചു എന്ന് പറയണു. സത്യം പറഞ്ഞാൽ അഭിനയിക്കാതിരിക്കുകയൊക്കെ അയാളുടെ കഴിവാണ്. അത് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ഈ മത്സരാർത്ഥികൾ തന്നെയല്ലേ. അയാൾക്ക് കൂടുതൽ ഹൈപ്പ് കൊടുത്തത് ഇവരൊക്കെ തന്നെയല്ലേ. അയാളിൽ വേറൊരു ക്വാളിറ്റി ഉണ്ട്. ഇവരെയൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുത്തിത്തിരിപ്പ് നടത്തില്ല. അപ്സര ഭയങ്കര കുത്തിത്തിരിപ്പിൻ്റെ ആശാട്ടിയാണ്. നമുക്കത് ആദ്യം മനസ്സിലായില്ല. സിബിൻ വരേണ്ടി വന്നു. മറ്റൊരാളുടെ മോശം ഇതിനകത്ത് കൈയടിക്കുന്നത് അപ്സരയാണ്. അപ്പോൾ അത്രയും മനസ്സിൽ കുനഷ്ടവും കുശുമ്പും ഉള്ള വേറൊരാൾ അതിനകത്തുണ്ടോ? ജിൻഡോ അങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റൊരാളെ പറയുമ്പോൾ ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കൈയടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളുടെ ക്വാളിറ്റിയാണ് ആ ഒരെണ്ണം. പിന്നെ എത്ര തന്നെ ഉപദ്രവിച്ചാലും എത്ര തന്നെ ഇൻസൾട്ട് ചെയ്താലും ജാസ്മിനോട് അയാൾ പോയി സംസാരിക്കുന്നുണ്ടോ? ഏറ്റവും മോശമായി ഈ ജിൻഡോയെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചിട്ടുള്ളത് ജാസ്മിനാണ്. ജയിലിൽ വെച്ച് തല്ലുന്നു, ഷൊട്ടെ, കഴിഞ്ഞ മത്സ്യകന്യകൻ, എടോ എടാ, എന്തൊക്കെ രീതിയിലാണ് അയാളെ ഹേർട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം, അയാളെ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവൾ ഗബ്രിയെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. അത്രത്തോളം മോശമായ, അത്രത്തോളം മിസ്ബിഹേവ് ചെയ്ത പെണ്ണിൻ്റെ അടുത്ത് പോലും അയാൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിൻഡോ നല്ല കാര്യം പറയണ കേട്ടിട്ടില്ലേ? ജിൻഡോ അവളോട് തർക്കിക്കുന്നതേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷെ അയാൾ അതിനകത്ത് കൂടെ ഒരു കാര്യം പറയണ്ട, നീ കൂടുതൽ സ്വപ്നം കാണണ്ടെന്ന് ഗബ്രിയുടെ കാര്യം പറഞ്ഞത് ആപ്റ്റായ ഒരു സാധനമല്ലേ. ബാക്കി എല്ലാ പേരൻസും വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് ഭയങ്കര ഫേവറായിരുന്നു. ജാസ്മിൻ്റെ പേരൻസ് എന്തുകൊണ്ട് പോയില്ല?
അപ്പം ജിൻഡോയാണ് ജാസ്മിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിപ്പിക്കുന്നത് പുറത്തെന്നുള്ള ബോധം അവർക്കുണ്ട്. അത് ജിൻഡോയുടെ കുറ്റമല്ല, മകളുടെ വളർപ്പുകേടാണ്. മകൾ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് നാട്ടിലുള്ളവർ അവർക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചിത്രയുടെ കാര്യം പറയാം. നമ്മളെ വാനമ്പാടി ചിത്ര, അവരെത്ര ജെന്യൂനാണ്, എല്ലാവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എത്ര സൂപ്പറാണ് ആ സ്ത്രീ. അവരെ നോക്കിയിട്ട് അവർ വെറും വൃത്തികെട്ട സ്ത്രീയാണെന്ന് എത്ര ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞാലും ഈ ടോപ്പിൽ നിൽക്കുന്ന ആൾ നേരെ താഴോട്ട് പതിക്കാൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോരെ. കാരണം ചിത്ര എല്ലാവർക്കും അറിയാം ആ ക്യാരക്ടർ എന്താണെന്ന്. അവരങ്ങനെ ഇതുവരെ ഒരു വൃത്തികെട്ട അലിഗേഷനിലോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലോ ഇന്നവരെ ഹൈലൈറ്റ് ആയി വന്നിട്ടില്ല. അതേപോലെ ഒരു വശം ജിൻഡോയ്ക്കുമുണ്ട്. ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരൊക്കെ വന്ന് അയാൾ കള്ളം പറയണമെന്ന് പറഞ്ഞാൽ കള്ള എന്ന് വിളിക്കുമ്പോൾ അയാൾ മൗനമായി നിന്ന് കേൾക്കുകയല്ലേ. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, അതെൻ്റെ ഗെയിമാണ്. ഇതേ സാധനം സായി പറഞ്ഞത് കള്ളമാണെന്ന് മോഹൻലാൽ കള്ളം പറയുന്നില്ലേ? മോഹൻലാൽ കള്ളം പറയുന്നില്ലേടെ എവിടെ നിന്ന്? അതൊരു കുഴപ്പമില്ലേ? അപ്പൊ അതൊരു ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടി മോഹൻലാലിന് കള്ളം പറയാമോ? മോഹൻലാൽ സ്ഥിരം എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ്. വാഴയ്ക്കാണ് പ്രേക്ഷകർ അങ്ങനെയാ പറയുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം ഇതായിരുന്നോ? ഏറ്റവും കൂടുതൽ ഹേറ്റ് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് മോഹൻലാൽ വന്ന് പറഞ്ഞത്, ഞാൻ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ്, ജാസ്മിൻ ഈസ് ടു ഗുഡ് അല്ലേ? അപ്പോൾ അയാൾക്ക് പറയാം. അവിടെയുള്ള എല്ലാ എണ്ണവും സ്വന്തം ലൈഫ് വെച്ചിട്ട് പച്ചക്കള്ളം പറഞ്ഞ പെണ്ണുങ്ങളാണ്. പെണ്ണും അതെ ആണും അതെ. അപ്സരയുടെ എക്സ് ഹസ്ബൻഡിനെ പറ്റി, കണ്ണനെ പറ്റി ഞാൻ ഈ വിവാഹ ബന്ധങ്ങൾ പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് എടുത്ത് പറയാത്തതാണ്. വിവാഹം കഴിഞ്ഞാൽ അവരവരെ പാട് നോക്കി പോവുക. ഇനി അത് വേണ്ട, അതിനകത്ത് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടായി വിട്ടേക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയും. ഒരു വ്യക്തിയോട് നമുക്ക് പ്രണയമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രണയം എന്ന് ഞാൻ പറയും. വിട്ടുകൊടുക്കാന്ന് അയാൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങി വരാനുള്ള മാന്യത കാണിക്കണ്ടേ? ഇപ്പൊ അപ്സരയ്ക്ക് വേണ്ട, അവന് വേറൊരു പേരിനെ നോക്കി എടുത്തൂടെ? അവളെ പുറകെ ക്യാമറയും കൊണ്ട് അവള് മറ്റൊരു ജീവിതത്തിലെത്തി അയാളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നു. പിന്നെ ഇരുന്നുകൊണ്ട് ചരട് വലിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? അത് എത്രത്തോളം ആ പെൺകുട്ടിയുടെ ലൈഫിൽ ബാധിക്കും എന്ന് ആലോചിച്ച് നോക്കിയാണ്. അതൊന്നും ശരിയായ നടപടിയല്ല. അതെന്തുകൊണ്ട് കണ്ണൻ അത് പ്രൊവോക്കായി എന്നുള്ളത് ചോദ്യചിഹ്നം. അപ്സര അയാളെ പറ്റി പടുമോശം പറഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് ഒരാളടുത്ത് പറഞ്ഞ് സിമ്പതി ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ആ പറയുന്ന സ്പെസിഫിക് വ്യക്തി അപ്പുറത്തുണ്ടെന്നും അയാൾ തിരിച്ചു പറയുമെന്നുള്ള സാമാന്യ ബോധം ഈ പെണ്ണുമ്പിളയ്ക്ക് ഉണ്ടാവണം. അതില്ലാത്തതിൻ്റെ കുറവുകൊണ്ടല്ലേ ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നത്. സിമ്പിളാണ്. ഇത് വളരെ വ്യക്തമായ ഒരു കാര്യം. ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരാളെപ്പറ്റി, പുറത്തുള്ള ഒരാളെപ്പറ്റി നമ്മൾ അകത്ത് പെട്ടു നിൽക്കലാണ് ബിഗ് ബോസ്. പറയാൻ പാടില്ല എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയത്തില്ലേ? റസ്മിൻ ഏറ്റവും വലിയ കള്ളിയല്ലേ? ഉടായിപ്പിന്റെ ഉസ്താദാണ് ആ സ്ത്രീ. ക്രഷ് തോന്നിയത് ചുമ്മാ തോന്നിയൊരു ഇഷ്ടമാണെന്ന്. ക്രഷ് ഇഷ്ടമായിരിക്കാം, പക്ഷെ ആ ആറ്റിറ്റ്യൂഡ്, ശ്രീധുവിനോട് കാണിച്ചൊരു രീതി, അപ്സരയുടെ മിൽമകൾക്കിടയിലേക്ക് മുഖം കൊണ്ടുപോയി കുത്തിക്കയറ്റിയ ഒരു രീതി, ഇതൊക്കെ ക്രഷ് ഏതടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാകത്തില്ലേ? ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അത് പറയുന്നതിന് ഇപ്പം എന്താ ബുദ്ധിമുട്ട്? പണ്ടത്തെ കാലമല്ല, ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്നു. മഴവില്ലുകൾക്കാണ് ഇപ്പം കാലം. അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതങ്ങ് അംഗീകരിക്കണം. അതിനിപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ പൊതുസമൂഹത്തിൽ ആ രീതിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയ ആളുകൾക്കിടയിൽ കിടന്നിങ്ങനെ ഞൊളയാനൊക്കത്തില്ല. കള്ളി അതാണോ? പിന്നെ ആർക്കായിരുന്നു ജിൻഡോയുടെ പ്രശ്നം? ജിൻഡോയെ പറ്റി പടുമോശം പറഞ്ഞവരൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഒൺ ഓർ അനദർ മീൻസ് നമ്മളെ പറ്റിച്ചവരാണ്. ജിൻഡോ നമ്മളെ പറ്റിച്ചില്ലല്ലോ. അയാളുടെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട പാട്ടുകളിലേ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അയാളുടെ അമ്മയോടുള്ള സ്നേഹം അതൊരു സ്ട്രാറ്റജിയാണെന്ന് ഞാൻ പറയും. ബാക്കി അയാളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ, വൈഫിനെ പറ്റി പറഞ്ഞത് തീർത്തും എനിക്ക് അനുയോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്ത്രീ അടിക്കേണ്ടവളാണ്, അടി ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ രീതി അയാളുടെ വിവരം അത്രയേ ഉള്ളൂന്ന് വിചാരിക്കാം. ബട്ട് എന്നിരുന്നാൽ പോലും ഉള്ളിൽ നന്മയുള്ളൊരു മനുഷ്യനല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഇപ്പോൾ ജാസ്മിനുമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കണം, എന്തെല്ലാം അവിടെ കാര്യങ്ങളുണ്ട്, അതൊക്കെ എടുത്തു വെച്ച് പറഞ്ഞാൽ പോരെ. പക്ഷെ എന്തുകൊണ്ട് ജാസ്മിനോട് അയാൾ ആ ഗബ്രി വിഷയത്തിൽ എടുത്തു വെച്ച് പറഞ്ഞ് ബഹളമുണ്ടാക്കി? അയാൾക്ക് മനസ്സിലായി പുറത്ത് അവൾക്ക് നെഗറ്റീവാണ് ആ വിഷയം കൊണ്ട്, അതെടുക്കല്ലേ, ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. താൻ മാത്രം ജയിക്കണമെന്നൊരു തിങ്കിങ് ഉള്ള ഒരുത്തൻ ജാസ്മിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമോ? ഒരു കാരണവശാലും ജാസ്മിൻ്റെ അടുത്ത് പറയത്തില്ല നീ അങ്ങനെ വരണം, നീ അവൾ ഇനിയും ഡൗൺ ആവട്ടെ എന്ന് കുറച്ചുകൂടെ കുത്തിക്കയറ്റി കൊടുക്കും. അപ്സരയാണ് ജിൻഡോയുടെ സ്പേസിലെങ്കിൽ കുറച്ചുകൂടെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്സരയെങ്കിൽ ജാസ്മിൻ്റെ അടുത്ത് പോയി ഗബ്രിയെ പറ്റി കൂടുതൽ പറഞ്ഞ് ഗബ്രി എന്ന് തന്നെ ഇവളിങ്ങനെ ഉരുവിടുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ ശ്രമം ഒന്ന് മാത്രം മതി അവൾക്ക് പുറത്തുള്ള അക്സെപ്റ്റൻസ് കുറയാനും എല്ലാവരും എടുത്തു വെച്ച് കൊടുക്കാനും. ഇപ്പം ആരും ഇതിനെപ്പറ്റി സംസാരിക്കാൻ നിന്നാൽ ആരും ലൈവ് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ ശോകമാണത്. അതിനി മാറാൻ ഗബ്രി വരേണ്ടി വരും. സോ സീസൺ 6
ഈ രീതിയിൽ തന്നെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ജിൻഡോ എന്ന വ്യക്തി അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. നല്ലൊരു പേഴ്സണാലിറ്റി, മറ്റുള്ളവരോട് കരുണയുള്ള, അതായത് പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയൊക്കെ മോശം പറഞ്ഞിട്ടും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഇത്രയധികം അപഹാസ്യനായി നിന്നിട്ട് പോലും അവൾ പിച്ചയും നുള്ളയും കുത്തയും കടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞനിയത്തിയോടുള്ള സ്നേഹം അയാൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും അയാളെയാണ് വീണ്ടും ടാർഗറ്റ് ചെയ്യുന്ന ആ ഫാൻസ്. സത്യം പറഞ്ഞാൽ അവർ തമ്മിലൊരു കോംബോ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ പോലും ഓക്കെയാണ്. ഈ സായിയും ബാക്കിയുള്ളവരും ശ്രമിച്ച അതേ കോംബോ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ട് അതൊരു ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നേനെ അല്ലേ. അത് മാറിയിട്ട് ജിൻഡോ ഭയങ്കര കുഴപ്പം. ജിൻഡോയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സായിക്ക് അറിയാം. സായി ഇപ്പൊ പൊട്ടിക്കും, ഇച്ചു കഴിയുമ്പോൾ പൊട്ടിക്കും. ആരാ ഇപ്പൊ സായി? ഈ പറയുന്ന ഒരാൾക്ക് പോലും കണ്ണാടിയുടെ മുമ്പ് നിന്നുകൊണ്ട് കൃത്യമായി പറയാൻ പറ്റത്തില്ല. പക്ഷെ ജിൻഡോ പറഞ്ഞ 1 മണിക്കൂറോളം. മേ ബി ഇറ്റ്സ് ബോറിങ്, ബട്ട് സ്റ്റിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് പറയാനുള്ളത് അയാൾ കണ്ണാടി നോക്കി പറയും. വേറെ ആർക്കെങ്കിലും ആ തൻ്റെ ഇടം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ആ കണ്ണാടി ടാസ്കിൽ ഒരാൾക്ക് പോലും ഒന്നും പറയാനില്ല. നാണക്കേട്, ചമ്മൽ, അയാൾക്ക് അതൊന്നുമില്ല. കാരണം അയാൾ ജെന്യൂനാണ്. വളരെ കറക്റ്റായി നന്നായി പെർഫോം ചെയ്ത, സിംഗിളായി നിന്ന് പ്ലേ ചെയ്ത നോറയും ജിൻഡോയും മാത്രമാണ്. നോറയുടെ കാര്യം ഇതിനകത്ത് എടുത്തിട്ടെന്നേ ഉള്ളൂ. ബട്ട് ഇവർ രണ്ടുപേരും മാത്രമാണ് ഇൻഡിപെൻഡൻ്റ് ആയി നിന്ന് കളിച്ചത്. ബാക്കിയൊക്കെ അവിടെ കൂട്ടുകക്ഷികളായിരുന്നു. ആരെ കൂടെയും ചേരാതെ തനിച്ച് നിന്ന് പൊരുതിയ 2 വ്യക്തിത്വങ്ങൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അവരെ കൊമ്പ പിടിക്കുന്നു, ഇവരെ കൊമ്പ പിടിക്കുന്നു, അവരെ ചാരുന്ന, അവരെ സപ്പോർട്ട്, ഇവരെ സപ്പോർട്ട് ഒക്കെയുണ്ട്. ഇവർ 2 പേരെയും ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും അതിൽ നിന്നൊക്കെ തിരിച്ചടികൾ കൊടുത്തും കൃത്യമായി മറുപടി പറഞ്ഞും പെർഫോമൻസിൽ കൂടെ തെളിയിച്ചും മുന്നോട്ട് വന്ന 2 വ്യക്തികളാണ്. ജിൻഡോയ്ക്ക് എന്തോ മെഡിസിൻ കൊടുക്കുന്നുണ്ടെന്നത് വാസ്തവമാണ്. അതിൻ്റെ ഒരു സാഡ്നെസ് ആണ് അയാൾ കാണിക്കുന്നത്. പലപ്പോഴും കൈവിട്ടു പോകുന്ന പ്രകടനങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അയാളുടെ ഗുരു എന്ന് പറയുന്ന ആളിൻ്റെ അതേ ക്യാരക്ടർ അയാൾ അബ്സോർബ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് ആ ചെയ്ത മിസ്റ്റേക്ക് അയാൾ ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ കപ്പിന് ഏറ്റവും കൂടുതൽ അർഹൻ ജിൻഡോ ആണെന്ന് ഞാൻ പറയും. ജിൻഡോ, അഭിഷേക്, അർജുൻ, ഈ 3 പേരിൽ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും ദിവസം ഉണ്ടാക്കിയെടുത്ത നാണക്കേടിൽ നിന്ന് ഈ സീസൺ 6-ന് രക്ഷപ്പെടാൻ പറ്റും. പകരം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ശ്രീതുവിനെയോ നോറയോ ജാസ്മിനെയോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. നിങ്ങൾ ലസ്റ്റ് എന്ന ഒരു അണ്ടർലൈൻ ഇട്ട ഒരു സാധനം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും റീച്ച് എടുത്തതും. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ TRPയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല റീച്ചും ഒക്കെ കിട്ടിയൊക്കെ സംഭവിച്ചു. പക്ഷേ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ട്. അത് കുടുംബ പ്രേക്ഷകരുടെയാണ്. ഇനി അടുത്ത സീസൺ ആളുകൾ ഇതുപോലെ ബോയ്ക്കോട്ട് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ല സൊല്യൂഷൻ ചൂസ് ഫ്രം ദീസ് പീപ്പിൾ. 3 പേരാണ് എനിക്ക് താല്പര്യമുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ജെന്യൂനായി നിൽക്കുന്ന അർഹത ഉള്ളവരെന്ന് എനിക്ക് ഫീൽ ചെയ്ത് അഭിഷേക്, ജിൻഡോ, അർജുൻ. താങ്ക് യു സോ മച്ച്.